നിപ, ഷിഗല്ല പകർച്ചവ്യാധികൾ നമ്മുടെ കേരളത്തിൽ പലയിടങ്ങളിൽ നിന്നായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാവരും അതിൻ്റെതായിട്ടുള്ള ഒരു ആശങ്കയിൽ കൂടിയാണ്. നമുക്കറിയാം ഈ വൈറസുകളെല്ലാം പലപ്പോഴായിട്ട് നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതുമാണ്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എത്ര തവണ ഈ ഒരു വൈറസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ നോക്കണം. എന്നാൽ ഈ വൈറസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഈ വൈറസുകൾ പടരാതിരിക്കാൻ വേണ്ടുന്ന പകർച്ചവ്യാധി ആകാതിരിക്കാൻ വേണ്ടുന്ന കൂടുതൽ ഇടങ്ങളിലേക്ക് പകർന്നു വരാതിരിക്കാൻ വേണ്ടുന്ന മുൻകരുതലുകൾ ആരോഗ്യ വകുപ്പ് സ്വീകരിക്കേണ്ടതുണ്ട്. മെയ് 18-നാണ് പുതിയ സർക്കാർ അധികാരമേൽക്കുന്നത്. മെയ് 18-ന് അധികാരമേറ്റ സർക്കാർ ഇത്രയും ദിവസത്തിനിടയിൽ എത്ര ദിവസമായി എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരു മാസം പോലും തികയുന്നതിന് മുമ്പ് ഈ സർക്കാരിനെ കൃത്യമായി കുറ്റപ്പെടുത്താൻ വേണ്ടുന്ന ഒരു ചട്ടുകമായിട്ട് ഇതിനെ മാറ്റിയെടുക്കുകയാണ് CPM ചെയ്യുന്നത്. ഇത് പറഞ്ഞത് വെറുതെയല്ല. കാരണം ഈ ഒരു റിപ്പോർട്ടുകൾ വന്നത് തുടർന്ന് പെട്ടെന്ന് തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ മുരളീധരന് നേരെ ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു, അല്ലെങ്കിൽ ഇതൊരു വീഴ്ചയെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഈ വന്നിട്ടുള്ള സർക്കാരിനെ തന്നെയാണ് മുൾമുനയിൽ നിർത്തുന്നതും. നമുക്കറിയാം, ഒരു സർക്കാർ വന്ന് എന്തായാലും ഒരു 3 മാസമെങ്കിലും ഒരു 100 ദിവസം വേണം ഒരു സർക്കാരിന് കൃത്യമായ അതിൻ്റെ ചട്ടക്കൂടുകളിലേക്ക് വരാനും, കൃത്യമായ പദ്ധതികൾ എന്തെല്ലാം അവർ ചെയ്യും, അവരുടെ ഒരു അജണ്ട എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും ഇത്രയും ദിവസം എന്തായാലും വേണം. പിന്നെ മാധ്യമ പ്രവർത്തകർ ഇവിടെ കിടന്നുകൊണ്ട് പലപ്പോഴും പലതിനെയും വിമർശിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അത് വേറെ തന്നെ ഒരു വിഷയമാണ്. എന്നാൽ CPM ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അഴിച്ചുവിട്ടിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. തൊട്ടു മുമ്പ് ഇത് പറയുന്നതിന് തൊട്ടു മുമ്പ് കണ്ട ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് MLA ആയിട്ടുള്ള മുഹമ്മദ് റിയാസ് പ്രതിഷേധിക്കുകയാണ്. കണ്ടെയ്ൻമെന്റ് സോണിലുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്നു. ശരി, അത് CPM അതിനെ അനുകൂലിക്കുക തന്നെ ചെയ്യും. CPM-ന്റെ അണികളും ഇതിനെ അനുകൂലിക്കും, പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യാം. ഈ റിപ്പോർട്ടുകൾ വരുന്നതേ ഉള്ളൂ. വരുന്നതിനനുസരിച്ചിട്ടുള്ള തുടർ നടപടികൾ എന്തായാലും സ്വീകരിക്കാതിരിക്കില്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ കഴിഞ്ഞു പോയ 10 വർഷത്തിനിടയ്ക്ക് എത്ര തവണ നിപ വൈറസ് നമ്മുടെ കൊച്ചു കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്? 6 തവണയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വെറുതെ പറയുന്നതല്ല. 2018-ൽ കോഴിക്കോട് മലപ്പുറത്താണ് ആദ്യമായിട്ട് നിപ സ്ഥിരീകരിക്കുന്നത്. 18 പേർക്ക് രോഗം ബാധിക്കുകയും 17 പേർ മരണപ്പെടുകയും ചെയ്തു. അതായത് മരണനിരക്ക് ഏകദേശം 94%. 2019-ൽ എറണാകുളത്തെ ഒരു കേസ് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കൃത്യമായ ചികിത്സയിലൂടെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചു. 2021-ൽ 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് രോഗം ബാധിക്കുകയും മരണപ്പെടുകയും ചെയ്തു. 2023-ലേക്ക് വരുമ്പോഴേക്കും കോഴിക്കോട് 6 പേർക്കാണ് രോഗം ബാധിച്ചത്, 2 പേർ മരണപ്പെട്ടു. 2024-ൽ മലപ്പുറത്ത് 2 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, 2 പേരും മരണപ്പെട്ടു. 2025 മുതൽ 26 വരെ മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം മെയ് ജൂൺ മാസങ്ങളിലായിട്ട് ഒറ്റപ്പെട്ട കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ 2026 ജൂണിലും നിപ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും 2026 വരെയുള്ള കണക്കുകൾ ഇങ്ങനെയാണ്. നോക്കൂ, ഇത് വന്നിരിക്കുന്ന മേഖല നമ്മളൊന്ന് നോക്കണം. ഏതാണ്ട് മലപ്പുറം ഭാഗമാണ്. എന്തുകൊണ്ട് ഈ ഭാഗങ്ങളിൽ ഈ ഒരു വൈറസ് ഇടയ്ക്കിടെ വന്നു പോകുന്നു എന്നുള്ളത് 10 വർഷം കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത ഒരു സർക്കാരല്ലേ ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്? അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പക്ഷപാതിത്വം കാണിക്കുകയാണ്. പക്ഷപാതിത്വമല്ല, നമ്മൾ ഒരു കേസ് ഉണ്ടായി, ഇത് ഒരുപാട് പേരെ ജീവനെ വരെ ബാധിക്കുന്ന കേസായി മാറുകയും ഒക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ നിപ വൈറസ് എന്ന് പറയുന്നത്. എത്രത്തോളം ജാഗ്രതയോടുകൂടിയാണ് കെ ശൈലജ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ രോഗത്തെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കരുതൽ നടപടികളും ഒക്കെ എടുത്തത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഒരു തവണയല്ല, പിന്നെയും വന്നു, കൃത്യമായ ഇടവേളകളിൽ വന്നു. ഈ ഇടവേളകളിലൊക്കെ വരുമ്പോൾ എന്തുകൊണ്ട് എന്ന് കണ്ടെത്താനായിട്ട് നമ്മുടെ ഇവിടുത്തെ ആരോഗ്യ വകുപ്പിന് സാധിച്ചില്ല. എന്തുകൊണ്ട് സാധിച്ചില്ല? അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണോ? അതിന് വേണ്ടുന്ന നടപടികൾ ചെയ്യാൻ അറിയാഞ്ഞിട്ടാണോ? അല്ല, അവിടെ ഒരു നിഷ്ക്രിയത്വം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ
ഒരു മാസം പോലും തികയാത്ത ഏതാനും ദിവസങ്ങൾ മാത്രമായ ഒരു സർക്കാരിന്റെ മുമ്പിലേക്ക് ഇത് നിങ്ങളുടെ അനാസ്ഥയാണ് എന്ന് പറയുമ്പോൾ വെച്ചുമാറിയത്, അധികാരം വെച്ചുമാറിയത് CPM ആണ്, LDF ആണ്. അപ്പൊ അവരുടെ വീഴ്ചയെ കുറിച്ച് പറയാനായിട്ട് CPM-ന്റെ അണികൾക്ക് പറ്റുമോ? സൈബർ പോരാളികൾക്ക് പറ്റുമോ? നിങ്ങൾ വരുത്തിവെച്ച വീഴ്ചയിൽ നിന്ന് ഒരു ഭരണം കൈമാറുമ്പോൾ ആ വീഴ്ചയിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട്, അല്ലെ, അത് നികത്തിയെടുക്കാനായിട്ട് വന്നിരിക്കുന്ന ഭരണകൂടത്തിന് കഴിയുമോ ഇല്ലയോ എന്നറിയാൻ ഒരു ദിവസമോ ഒരു 10 ദിവസമോ പോരാ. അതിന് ക്രിയാത്മകമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട്. അത് കൈക്കൊള്ളണമെങ്കിൽ കൃത്യമായിട്ടുള്ള കൂടിച്ചേരലുകളും യോഗങ്ങളും വിളിച്ച് വിലയിരുത്തുകയും അതിനു വേണ്ടുന്ന നടപടികൾ ചെയ്യുകയും വേണം. ഈ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടുകളിൽ ഒന്നിൽ പോലും, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളിൽ ഒന്നിൽ പോലും ഒരാളുടെയും ജീവന് ആപത്ത് വരാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നീട് ഈ സർക്കാരിന് ഈ കാര്യങ്ങളെ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് അനലൈസ് ചെയ്ത് അതിൽ എന്തുകൊണ്ട് വരുന്നു, ഈ ചില പ്രദേശങ്ങൾ മാത്രമാണ്, അല്ലെ, ചില ഭൂപ്രദേശങ്ങളിൽ മാത്രമാണ് ഇത് വരുന്നത്. അതീവ ജാഗ്രതയിൽ പോയ ആ കാലഘട്ടം നിങ്ങൾ ആരും മറന്നു പോകരുത് എന്നുള്ളതാണ്. ഇനി ഷിഗല്ലയും ഇത്തരത്തിൽ തന്നെയാണ്. 2020 ഏതാണ്ട് 4-ലധികം തവണയാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2020 കോഴിക്കോടാണ്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ വലിയ രീതിയിൽ ഷിഗല്ല പടർന്നു പിടിക്കുകയും ഒരു കുട്ടി മരണപ്പെടുകയും ചെയ്തു. 2022 വരുമ്പോൾ ചെറുവത്തൂരിൽ ഷവർമ കഴിച്ചതിനെ തുടർന്ന് ഒരു വിദ്യാർത്ഥിനി ഷിഗല്ല ബാധിച്ച് മരണപ്പെടുകയും നിരവധി പേർക്ക് രോഗം ബാധിക്കുകയും ചെയ്ത റിപ്പോർട്ടുകളുണ്ട്. 2026 വയനാട്, തിരുവനന്തപുരം, കോഴിക്കോട്, അല്ലെ, അതായത് ഈ ജൂൺ വരെയുള്ള കാര്യങ്ങൾ എടുത്താൽ വയനാട്ടിലെ സ്കൂൾ കുട്ടികൾക്കിടയിലും തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിലുമായിട്ട് 85-ലധികം സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ സർക്കാർ കഴിഞ്ഞ തവണ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് കൂടി നോക്കിയാലാണ് നമുക്ക് ഇതിന്റെ ഒരു കാര്യം മനസ്സിലാവുകയുള്ളൂ. നിപ പ്രതിരോധത്തിനായിട്ട് റൂട്ട് മാപ്പും സമ്പർക്ക പട്ടികയും റെഡിയാക്കി. ശരി, രോഗബാധിതർ സഞ്ചരിച്ച വഴികൾ കണ്ടെത്തുന്നു, അത് പിന്നീട് അവിടെയുള്ളവരെയൊക്കെ ഹൈ റിസ്കിലേക്കും ഒക്കെ മാറ്റി ഇതിലെ ഒരു ബ്രേക്ക് ചെയിൻ കൊണ്ടുവരികയാണ്. പിന്നീട് കണ്ടെയ്ൻമെന്റ് സോണുകൾ കൊണ്ടുവരുന്നു. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ കർശന നിയന്ത്രണങ്ങളോടുകൂടിയാണ് ഇത് കൊണ്ടുവരുന്നത്. ആരോഗ്യ പ്രവർത്തകർക്ക് പരിശീലനം നൽകുന്നു. അതെന്താ പരിശീലനം? ഈ 3 കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രം നിപയെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ 10 വർഷത്തിനിടെ ഈ സർക്കാരിന് എങ്ങനെ ബോധ്യപ്പെട്ടു? അങ്ങനെ അവർ ചെയ്ത് ബോധ്യപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ വീണ്ടും ഈ പ്രദേശങ്ങളിലല്ല, കേരളത്തിൽ ഒരിടത്തും നിപ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ഷിഗല്ല പ്രതിരോധത്തിനായിട്ട് ഓപ്പറേഷൻ ഷവർമ. കാരണം ഈ ഷിഗല്ല വരുന്നത് ഭക്ഷണത്തിലൂടെയാണ്, സുരക്ഷിതമല്ലാത്ത ഭക്ഷണത്തിലൂടെയൊക്കെയാണ്. അപ്പൊ ദഹന വ്യവസ്ഥയും പ്രത്യേകിച്ച് കുടലിനെ ബാധിക്കുന്ന ബാക്ടീരിയയാണ് ഷിഗല്ല എന്ന് പറയുന്നത്. ഭക്ഷണം, വെള്ളം എന്നിവയിലൂടെയാണ് ഷിഗല്ല ശരീരത്തിൽ പ്രവേശിച്ച് വയറിളക്കത്തിന് കാരണമാകുന്നു. 3 ദിവസത്തിനുള്ളിൽ മാറാത്ത കഠിനമായിട്ടുള്ള വയറിളക്കം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണുകയാണ് വേണ്ടത്. നിപയാണെങ്കിൽ സാധാരണ പനി പോലെയൊക്കെ തുടങ്ങും. 2-3 ദിവസത്തിനകം മസ്തിഷ്ക രോഗത്തിന്റെ ലക്ഷണം പ്രകടിപ്പിക്കുകയും ചെയ്യും. മാരകമാണെങ്കിലും ചിക്കൻ ഗുനിയയും ഡെങ്കിപ്പനി തുടങ്ങിയ പോലുള്ള നിപ വ്യാപകമായിട്ട് പടില്ല. പക്ഷേ ഇതിലും ഒരു ബ്രേക്ക് ചെയിൻ കൊടുക്കേണ്ടതുണ്ട് ഈ 2 കാര്യത്തിന്. അപ്പോൾ ഓപ്പറേഷൻ ഷവർമ, ഭക്ഷണ സുരക്ഷാ പരിശോധനകൾ നടത്തി, കിണറുകളുടെ ക്ലോറിനേഷൻ നടത്തി, ORS വിതരണം നടത്തി, ബോധവൽക്കരണം നടത്തി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടത്തിയത് കൊണ്ട് ഈ പറയുന്ന ഷിഗല്ലയെ ഇവർക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? 10 വർഷം ഭരണമുണ്ടായ ഒരു പാർട്ടിയായിരുന്നു, ഭരണ സംവിധാനമായിരുന്നു. 10 വർഷമാണ് ഭരിച്ചത്. 10 വർഷത്തിനിടയിൽ ഇത്രയും 4-ലധികം തവണ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ പാടില്ലാത്ത വിധത്തിൽ ഇവർക്ക് ചെയ്യാൻ സാധിച്ചോ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചോദ്യം. ഈ വന്നിരിക്കുന്ന ഗവൺമെന്റ് എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ആർജവത്തോടു കൂടി ഇവർ ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഇത്ര വലിയ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള ആക്രമണം ഈ സർക്കാരിനെതിരെ അഴിച്ചുവിടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സ്വാഭാവികമായും അവിടെ അടങ്ങിയിരിക്കാനൊന്നും എന്തായാലും അവർക്ക് കഴിയില്ല. ഇനി വീണ്ടും ഇപ്പോ വന്നു, ഇതിനെ പ്രതിരോധിച്ചു, വീണ്ടും ഇത് വരുന്നുണ്ടെങ്കിൽ കണ്ടെത്തേണ്ടത് ഇതിന്റെ മൂല കാരണത്തെയാണ്. ഷവർമ പരിശോധന മാത്രം നടത്തിക്കൊണ്ടിരുന്നാൽ മാത്രം പോരാ. ഇത്തരത്തിലുള്ള ഷവർമ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ സുരക്ഷിതമല്ലാതെ വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അതിനെതിരെയാണ് നടപടിയെടുക്കേണ്ടത്.
അതിനി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിലാണ് നടപടിയെടുക്കേണ്ടത്. അപ്പോ CPM അല്ലെങ്കിൽ LDF ഒക്കെ ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു ആക്രമണം അഴിച്ചുവിടുമ്പോൾ നിങ്ങൾ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി വിരലുകളെല്ലാം നിങ്ങളുടെ നേരെ തന്നെയാണ് ചൂണ്ടുന്നത് എന്നുള്ള ഒരു ഓർമ്മ ഇവർക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. കാരണം 5 വർഷമല്ല, 10 വർഷമാണ് കേരള ജനത അവരുടെ നിങ്ങൾ ഭരിച്ചാൽ മതി എന്ന് പറഞ്ഞ ഭരണം നിങ്ങളെ ഏൽപ്പിച്ചത്. നിങ്ങൾ ക്രിയാത്മകമായി ചെയ്യാത്തതിന്റെ ബാക്കി പത്രമാണ് ഈ വരുന്ന സർക്കാർ ചെയ്യാൻ പോകുന്നത്. ഈ വരുന്ന സർക്കാരും ചെയ്യുന്ന പ്രവർത്തികൾ ന്യായമല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകില്ല. അല്ലാതെ ഒരു പ്രശ്നം വരുമ്പോഴേ ഭരണത്തിൽ കയറി ആ കസേരയിൽ ആസനം ഉറപ്പിക്കുന്നതിന് മുമ്പേ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ ചെയ്തു വെച്ച വൃത്തികേട് നിങ്ങൾക്ക് നേരെ തന്നെ തുറന്നു വെക്കുന്നത് കൊണ്ടാണ്.